ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സാധുജന ക്ഷേമ പ്രവർത്തന രംഗത്ത് അനുഗ്രഹകരമായി മുന്നേറുന്ന പദ്ധതിയാണ് സഹോദരൻ പദ്ധതി. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ സ്മരണയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആരംഭിച്ച സഹോദരൻ പദ്ധതി അതിന്റെ 2ാം വാർഷികത്തിന്റെ നിറവിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഫെബ്രുവരി 12 ആരംഭിച്ച ഈ പദ്ധതിയിൽ നാളിതുവരെ 12 കോടിയിലധികം രൂപയുടെ ധനസഹായങ്ങൾ സമൂഹത്തിൽ വിവിധ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് സഹോദരങ്ങൾക്കാണ് നൽകുവാൻ സാധിച്ചിട്ടുള്ളത്. നിർധനരായ രോഗികൾ, ഭവനരഹിതർ, പഠനത്തിന് സാമ്പത്തിക സൗകര്യമില്ലാത്തവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന പെൺകുട്ടികൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം സഹോദരങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് സഹോദരൻ പദ്ധതിയിലൂടെ സാന്ത്വനം അനുഭവിക്കുവാൻ സാധിച്ചു എന്നത് ഈ പദ്ധതിയുടെ വിജയമാണ്. നിയമാവലിയോടുകൂടി 50 പേരടങ്ങുന്ന ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയുടെ കണക്കുകൾ സഭയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത് സഭയുടെ സി ഷെഡ്യൂളിൽ പ്രസിദ്ധപ്പെടുത്തുന്നു. മലങ്കര സഭാ മാസികയുടെ പ്രതിമാസ ലക്കത്തിൽ സംഭാവന തന്ന് സഹകരിക്കുന്നവരുടെ ലിസ്റ്റും വിവിധ ഇനങ്ങളിലായി പദ്ധതിയിൽ നിന്ന് സഹായം കൊടുക്കുന്ന പ്രതിമാസ കണക്കും പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. സഹോദരൻ പദ്ധതിയുടെ ഓഫീസിൽ വരുന്ന അപേക്ഷകൾ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് പരിശോധിക്കുകയും ഏറ്റവും അർഹരായവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തകർന്നു കഴിയുന്ന അനേകം ആളുകൾ പ്രതീക്ഷയോടെ ദേവലോകത്തെത്തുമ്പോൾ അവരുടെ അപേക്ഷ പരിഗണിച്ച് കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം തികച്ചും അർഹരായവരെ തിരഞ്ഞെടുത്ത് ഏതൊരാവശ്യത്തിലേക്ക് അവർ അപേക്ഷ സമർപ്പിക്കുന്നുവോ അതിൽ തന്നെ പണം വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാണ് ഈ പദ്ധതി പ്രവർത്തനം നടത്തുന്നത്. വിദ്യാഭ്യാസ സഹായമായി 420 പേർക്ക് 2.5 കോടി രൂപയും ഭവന നിർമ്മാണ സഹായമായി 197 പേർക്ക് 4 കോടി രൂപയും വിവാഹ സഹായമായി 122 പേർക്ക് 1 കോടി രൂപയും ചികിത്സാ സഹായമായി 990 പേർക്ക് 4 കോടി രൂപയും മറ്റ് പ്രത്യേക സഹായങ്ങളായി 142 പേർക്ക് 50 ലക്ഷം രൂപയും സഹായഹസ്തമായി സഹോദരൻ പദ്ധതിയിലൂടെ ഇതിനോടകം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഏവരുടെയും സഹകരണത്താലും പ്രോത്സാഹനത്താലും കഴിഞ്ഞ 2 വർഷം കൊണ്ട് 12 കോടിയിലധികം രൂപ നിർധനരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങായി നൽകുവാൻ സാധിച്ചുവെന്നത് സഹോദരൻ പദ്ധതിയുടെ വലിയൊരു വിജയമാണ്. ഇന്ന് 1800ഓളം കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി സാന്ത്വനം അനുഭവിച്ച് സംതൃപ്തിയോടെ കഴിയുന്നത്.
സഹോദരൻ പദ്ധതിയുടെ സൗഹൃദ ഭവനങ്ങളിൽ 20 ഭവനങ്ങൾ പൂർണ്ണമായി നിർമ്മിച്ചും 177 ഭവനങ്ങൾ ഭാഗികമായി നിർമ്മാണം നടത്തിയും ഭവന നിർമ്മാണ സഹായം നൽകിയിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ സ്ഥിരമായി സംഭാവനകൾ നൽകി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന സുമനസ്സുകളെ ചേർത്ത് ഡയമണ്ട്, പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, ഫ്രണ്ട്സ് ഓഫ് സഹോദരൻ എന്നീ വിവിധ കാറ്റഗറികളിൽ അവരെ ഉൾപ്പെടുത്തി സഹോദര സംഘം രൂപീകരിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ദേവലോകം അരമനയിൽ സഹായം തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരിക, നിരവധി ആവശ്യങ്ങളുമായി കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങൾ തങ്ങളുടെ അപേക്ഷകളുമായി എത്തുമ്പോൾ അവരെ ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ അത് ബോധ്യപ്പെടുത്തി അവരുടെ ആവശ്യാനുസരണം ബാങ്കിലേക്ക്, അതായത് വിദ്യാഭ്യാസമാണെങ്കിൽ കോളേജ് അക്കൗണ്ടിലേക്കും, ചികിത്സാ സഹായമാണെങ്കിൽ ആശുപത്രി അക്കൗണ്ടിലേക്കും പണം നൽകുന്ന രീതിയാണ് നമുക്കുള്ളത്. കോട്ടയം ജില്ലയിലെ പരുത്തുംപാറയിൽ സഭാംഗമായ ശ്രീ ജേക്കബ് സക്കറിയ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 10 സൗഹൃദ ഭവനങ്ങളാണ് സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത 10 നിർധന കുടുംബങ്ങൾക്ക് ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുന്നത്.
വഴികാട്ടാൻ അകലത്ത്